മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഞാൻ ഇവിടെ നിന്നും പോകുക മടുത്തു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അനുമോളെ നമുക്കിപ്പോൾ ലൈവിൽ കാണാം. കാരണം വേറൊന്നുമല്ല, നമ്മൾ പ്രൊമോയിൽ കുറച്ചു മുമ്പ് കണ്ടതുപോലെ നെവീനും അനുമോളും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ടാസ്ക് കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് പലരും ബെഡ്റൂമിൽ കിടക്കുന്നു. അനുമോൾ മാത്രമല്ല, സാബുമാൻ, ഷാനവാസ് എല്ലാവരും കിടപ്പുണ്ട്. ആര്യൻ വന്ന് എല്ലാവരോടും ആദ്യം പറയുന്നുണ്ട്, എഴുന്നേറ്റിരിക്കുക, കിടന്നാൽ ഉറങ്ങിപ്പോകും, ഓൾറെഡി ക്ഷീണമുള്ളതുകൊണ്ട് ഉറങ്ങിപ്പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ ഉറങ്ങില്ല, കണ്ണു തുറന്നാൽ കിടക്കുന്നതെന്നൊക്കെ. ആര്യൻ അനുമോളോടും വന്ന് പറയുന്നുണ്ട്, എടാ ഉറങ്ങല്ലെന്നൊക്കെ. അനുമോൾ അതിനും ഓക്കെ പറയുന്നു. തൊട്ടു പിന്നാലെയാണ് നെവീൻ വരുന്നത്. ഓൾറെഡി ഇന്ന് രാവിലെ തൊട്ട് നെവീനും അനുമോളും വലിയ സ്വരച്ചേർച്ചയിലൊന്നുമല്ല. അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യാൻ കിട്ടിയ മറ്റൊരു അവസരമായിട്ടാണ് നെവീൻ ഇത് കണ്ടത്. നെവീൻ 2-3 തവണ പറയുന്നു, അനുമോളെ എഴുന്നേറ്റിരിക്കുന്നു. പക്ഷെ അനുമോൾ എഴുന്നേറ്റിരിക്കുന്നില്ല. നീ ആരാ എന്നോട് പറയാൻ? നീ പറയുമ്പോൾ ഏക്കാൻ ഞാൻ ആരാ? ഇവിടെ കിടന്ന് കുരയ്ക്കാതെ നീ പോ, ഞാൻ ഉറങ്ങിയിട്ടുണ്ടേ വേറെ ആരെങ്കിലും എന്നെ വിളിച്ചോളും, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞോളും, നീ ആരാ എന്നോട് ഇത് പറയാൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നെവീൻ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ നിന്നെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുമെന്ന് നെവീനും പറയുന്നു. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയുണ്ട്. നെവീന് അനുമോളെ ഇപ്പോൾ തന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് വാശി. പക്ഷേ അനുമോൾ ഉറങ്ങുകയല്ല, കണ്ണുപോലും അടച്ചിട്ടില്ല, നെവീനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുമോൾക്കാണെങ്കിൽ നെവീൻ ടാസ്കിനിടെ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കുകയാണ്. അനുമോൾക്ക് ആ ഒരു വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ നെവീൻ പറയുന്നത് കൊണ്ട് അനുമോളെ എഴുന്നേൽക്കുന്നില്ല. തൊട്ടു മുൻപാണ് ആര്യൻ വന്ന് അനുമോളോട് സംസാരിച്ചത്. അപ്പോൾ ആര്യനോട് വളരെ മാന്യമായ രീതിക്കാണ് അനുമോൾ സംസാരിച്ചത്. ഇത് രണ്ടുപേർക്കും, അതായത് അനുമോൾക്കും നെവീനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നമുണ്ട്. പക്ഷേ നെവീൻ ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി. ക്യാപ്റ്റനും കൂടിയായിട്ട് നെവീൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിനു മുന്നുള്ള ക്യാപ്റ്റന്മാരും പലരും കിടന്നുറങ്ങുമ്പോൾ മുഖത്ത് വെള്ളം തളിക്കാറുണ്ട്. ആ ഒരു രീതിക്ക് നെവീൻ അനുമോളുടെ മുഖത്ത് വെള്ളം തളിക്കുകയാണ്. പക്ഷേ അനുമോൾ ഉറങ്ങുകയല്ല, ആ സമയത്തും നെവീനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അനുമോള് വാട്ടർ ബോട്ടിലുള്ള വെള്ളം നെവീൻ്റെ ദേഹത്തൊഴിക്കുന്നു. ആദ്യം ഒന്നൊഴിക്കുന്നു, അതിനുശേഷം നെവീൻ ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ നേരത്ത് വീണ്ടും ഒഴിക്കുന്നു. അതും കൂടിയാകുമ്പോൾ നെവീൻ ഒന്നും കൂടി ട്രിഗർ ആകുന്നു. നെവീൻ ഓടിപ്പോയി കിച്ചണിൽ നിന്നും പാനിൽ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. ഈ സമയം അനുമോള് കട്ടിലിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ക്യാമറയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഒഴിക്കടാ, നീ ക്യാമറയുടെ മേളിൽ കൂടെ ഒഴിക്കുക, ജനങ്ങളെല്ലാം കാണട്ടെ എന്ന്. ആ ഒരു വാശിക്ക്, അതായത് അനുമോളുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചാൽ ക്യാമറയിൽ വീഴുമെന്ന് നെവീന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ബെഡിൽ ഒഴിച്ചിട്ട് പോവുകയാണ്. പക്ഷേ കുറച്ചൊന്നും വെള്ളമല്ല നെവീൻ ബെഡിൽ ഒഴിച്ചത്, നല്ല ക്വാണ്ടിറ്റി തന്നെ വെള്ളം ഒഴിച്ചു. അനുമോളുടെ കാല് ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അതും കൂടി കാണുമ്പോൾ അനുമോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അനുമോൾ അപ്പോഴാണ് പറയുന്നത്, ഞാൻ പീരീഡ്സ് ആയിട്ട് വയറുവേദന കാരണം കിടക്കുകയായിരുന്നു എന്നൊക്കെ. എന്നിട്ട് അനുമോള് പറയുന്നത്, ഇവൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ കാണിച്ചത്. നല്ലതുപോലെ തല്ലി വളർത്തണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും. ഞാൻ ഇവിടെ നിന്നും പോകുക, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് അനുമോള് കരയുന്നുണ്ട്. ഇവിടെ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അനുമോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെവീൻ പറയുന്നത്, അനുമോൾ എന്നെ മാന്തി, എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് തിരിച്ച് ദേഹത്ത് വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നോ? എന്തിനാടാ ബെഡിൽ ഒഴിച്ചത്? ഇനി അവൾ അങ്ങനെ കിടക്കും. ഉടനെ നെവീൻ പറയുന്നത്, വെയിലത്ത് കൊണ്ടുവച്ച് ഒന്ന് ബെഡ് ഉണക്കിയാൽ മതി, എനിക്കിവിടെ പ്രോപ്പർട്ടി ഡാമേജ് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ മൈക്കിലും ക്യാമറയിലും വീഴാതെ ഞാൻ ബെഡിലേക്ക് ഒഴിച്ചത്. എന്തൊക്കെ മുട്ടായുക്തി ന്യായം നെവീൻ ഇപ്പോൾ പറഞ്ഞാലും നെവീൻ ഈ ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി. ഹൗസ് ക്യാപ്റ്റനും കൂടിയാണ് നെവീൻ ഇപ്പോൾ. പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സമയവുമല്ല ഇത്. എന്തായാലും ഇത് നെവീന് പണിയാവാനാണ് സാധ്യത. വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.